നമസ്കാരം. പ്രധാന വാർത്തകൾ. കേരള സർവകലാശാലയിൽ MBA ഉത്തരക്കടലാസ് കാണാതായ സംഭവം. അധ്യാപകനെ സസ്പെൻഡ് ചെയ്യും. ഉത്തരക്കടലാസ് നഷ്ടപ്പെടുത്തിയ അധ്യാപകനെതിരെയാണ് നടപടി. അന്വേഷണ വിധേയമായാണ് സസ്പെൻഡ് ചെയ്യാൻ VC നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തിരുവനന്തപുരത്തെ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോഓപ്പറേറ്റീവ് മാനേജ്മെന്റിന്റെ അധ്യാപകനെയാണ് സസ്പെൻഡ് ചെയ്യുക. ഏപ്രിൽ 4 സർവകലാശാലയിൽ ഹാജരാകാനും അധ്യാപകന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം ഉത്തരക്കടലാസ് നഷ്ടപ്പെട്ട സംഭവത്തിൽ വിദ്യാർത്ഥികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ കണക്കിലെടുത്ത് അതിവേഗം സ്പെഷ്യൽ പരീക്ഷ നടത്തി ഫലപ്രഖ്യാപനം നടത്തുമെന്ന് സിൻഡിക്കേറ്റ് അറിയിച്ചു. 14-കാരി ആറ്റിൽ ചാടി മരിച്ച സംഭവം. കസ്റ്റഡിയിലെടുത്ത യുവാവിനെ വിട്ടയച്ചു. വിദ്യാർത്ഥിയുടെ ആത്മഹത്യയിൽ യുവാവിനെതിരെ തെളിവില്ലെന്ന് പോലീസ് പറഞ്ഞു. ഇന്നലെ രാത്രി കുടുംബത്തിനൊപ്പം ഉത്സവം കാണാൻ പോയ 9ാം ക്ലാസ്സുകാരി ആവണിയാണ് ആറ്റിൽ ചാടി ജീവനൊടുക്കിയത്. ലഹരിമരുന്നിന് അടിമയായ അയൽവാസിയായ ശരത്ത് മകളെ ശല്യം ചെയ്തിട്ടുണ്ടെന്നും ഇക്കാര്യം പോലീസിൽ അറിയിച്ചെന്നും ആവണിയുടെ പിതാവ് VV പ്രകാശൻ പറഞ്ഞിരുന്നു. ശരത്ത് തന്നെ മർദ്ദിക്കുന്നത് കണ്ടാണ് ആവണി ആറ്റിൽ ചാടിയതെന്നും പിതാവ് ആരോപിച്ചിരുന്നു. അമ്മയെ കുക്കറിന്റെ മൂടി കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിച്ച മകൻ. കണ്ണാടിപ്പൊയിൽ മകന്റെ ആക്രമണത്തിൽ അമ്മയ്ക്ക് ഗുരുതര പരിക്ക്. കോഴിക്കോട് കണ്ണാടിപ്പൊയിൽ നടുക്കണ്ടി രതിക്കാണ് പരിക്കേറ്റത്. മകൻ രഫിനെതിരെ അമ്മ നൽകിയ പരാതിയിൽ ബാലുശ്ശേരി പോലീസ് കേസെടുത്തു. കുക്കറിന്റെ മൂടി കൊണ്ട് അടിച്ചാണ് മകൻ അമ്മയെ പരിക്കേൽപ്പിച്ചതെന്നാണ് പരാതി. ഭർത്താവിനും മകന്റെ ഭാര്യയ്ക്കും ആക്രമണത്തിൽ പങ്കുണ്ടെന്നും പരാതിയിൽ പറയുന്നുണ്ട്. പരിക്കേറ്റ രതിയെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചു. സ്വത്ത് തർക്കമാണ് ആക്രമണത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. പുഴയിൽ നീന്തുന്നതിനിടെ 22-കാരൻ ഒഴുക്കിൽപ്പെട്ടു. രക്ഷിക്കാൻ ശ്രമിച്ച ബന്ധുവും മുങ്ങി. 2 പേർക്കും ദാരുണാന്ത്യം. വിനോദസഞ്ചാര സംഘത്തിലെ ബന്ധുക്കളായ 2 പേർ മുങ്ങി മരിച്ചു. വാടാട്ടുപാറ പലവൻപുഴയിലാണ് സംഭവം. ആലുവ എടത്തല പോങ്ങോട്ടുശ്ശേരി സ്വദേശി സിദ്ദിഖ്, ഇദ്ദേഹത്തിന്റെ സഹോദരി പുത്രൻ അബൂഭായിസ് എന്നിവരാണ് മരിച്ചത്. ഉച്ചയ്ക്ക് 1 മണിയോടെയാണ് സംഭവം നടന്നത്. പുഴയിൽ നീന്തുന്നതിനിടെ അബൂഫായിസ് ഒഴുക്കിൽപ്പെട്ടു. ഫായിസിനെ രക്ഷിക്കാനുള്ള ശ്രമത്തിൽ സിദ്ദിഖ് മുങ്ങിപ്പോവുകയായിരുന്നു. പുഴയിലും കരയിലുമായി അപകടത്തിൽപ്പെട്ടവരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും മറ്റ് പ്രദേശങ്ങളിൽ നിന്നെത്തിയവരും ഉൾപ്പെടെ നിരവധി പേരുണ്ടായിരുന്നു. എന്നാൽ ശക്തമായ ഒഴുക്ക് രക്ഷാപ്രവർത്തനം അസാധ്യമാക്കി. ഇതോടെ ബന്ധുക്കൾ കുട്ടമ്പുഴ പോലീസിനെയും അഗ്നിശമന സേനയെയും വിവരമറിയിക്കുകയായിരുന്നു. പോലീസും സേനയും നടത്തിയ തിരച്ചിലിൽ അബുവിന്റെയും സിദ്ദിഖിന്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തി. കോൺഗ്രസ് MPമാർക്കെതിരെ പോസ്റ്റർ. വഖഫ് ബില്ലിനെ എതിർത്താലും ജയിച്ചെന്ന് കരുതണ്ട. എറണാകുളത്ത് കോൺഗ്രസ് MPമാർക്കെതിരെ പോസ്റ്റർ. കോൺഗ്രസ് MPമാരുടെ ശ്രദ്ധയ്ക്ക് എന്ന തലക്കെട്ടിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. വഖഫ് ബില്ലിനെ എതിർത്താലും ജയിച്ചെന്ന് കരുതണ്ട എന്ന പോസ്റ്ററിൽ മുന്നറിയിപ്പ്. മുനമ്പം ജനതയുടെ പേരിലാണ് പോസ്റ്റർ. ഹൈബി ഈഡൻ MPയുടെ ഓഫീസ് പരിസരത്താണ് പോസ്റ്റർ. ക്രൈസ്തവ സമൂഹം നിങ്ങൾക്കെതിരെ വിധിയെഴുതുമെന്നും ക്രൈസ്തവ സമൂഹത്തിന് നിങ്ങൾ നൽകിയ മുറിവായി മുനമ്പം എന്നും ഓർത്തുവെക്കണമെന്നും പോസ്റ്ററിൽ പറയുന്നു. മുനമ്പത്തെ അമ്മമാരുടെ കണ്ണീരും പ്രാർത്ഥനയും ദൈവം കാണാതിരിക്കില്ലെന്നും പോസ്റ്ററിൽ പറയുന്നുണ്ട്. വഖഫ് ബില്ല് നാളെ ലോക്സഭയിൽ അവതരിപ്പിക്കാനിരിക്കെയാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്.